എന്നാലും വെറുതെ ചോദിക്കുക. ചേട്ടാ ഇല്ല, അനുമോൾ ഒറ്റൊരാള് കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പാണിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. എന്റെ വിഷമം അല്ല, അതല്ല ഉദ്ദേശം. ഞാൻ അകത്ത് ചെന്ന് അനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ അനു ക്ലിയർ ചെയ്തു, അനു അംഗീകരിച്ചു, അനു അങ്ങനെ ചുമ്മാ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ തോന്നില്ല, അല്ലെങ്കിൽ അനുവിനും വല്ല വോട്ടം ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അത് തോന്നല് മാത്രം. അനുവിനെ ജയിപ്പിച്ചത് വിനുവായിരിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എല്ലാവർക്കും പിയാറുണ്ടല്ലോ, പക്ഷെ അനുവിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? അനുവിന്റെ PR അനു കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞാൻ തോറ്റു. അതുപോലെ ഫെയിം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ PR നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം. അനുവിന്റെ PR കുറെ നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉണ്ടായിരുന്നു. കാരണം ഒരു കാര്യം മനസ്സാവാച അറിയാത്ത ഒരു അപ്പാനിയുടെ കേസിൽ ഞാൻ കുറെ കേട്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അതൊക്കെ തിരിച്ചും പറയിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. അത് എന്തായാലും ചെയ്യാൻ പറ്റി. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സാർ, ഇങ്ങനെ മനസ്സാക്ഷിയില്ല സംസാരിക്കരുത് സാർ. റീ എൻട്രി ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞാല് അനുവിന്റെ അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയാം. അനുവിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഷാനവാസിന്റെ ചോദിക്കാനുണ്ടായിരുന്നു. രണ്ടും ചോദിച്ചു. അനു ഒരു പൊടിക്ക് അടങ്ങടേ. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ ഏഷ്യാനെറ്റിലെ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു, ജിൻസി നമ്മള് കോണ്ടന്റ് ഒക്കെ ഞാൻ കണ്ടില്ല എപ്പിസോഡ്സ് ഒക്കെ, പക്ഷെ ഫുൾ ഇങ്ങനെ ഫയർ ആയിരുന്നെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.